കോൺഗ്രസിന് ആശയം മാത്രം പോരാ, ആശയം ധാരാളമായി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. കോൺഗ്രസിന് അടിയന്തരമായി വേണ്ടത് സംഘടനയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് പറഞ്ഞു കർണാടകയിലും തെലങ്കാനയിലും യാത്ര കടന്നുപോയി, അതുപോലെ തന്നെ കടന്നുപോയ സ്ഥലമാണ് മധ്യപ്രദേശും രാജസ്ഥാനും. മധ്യപ്രദേശിൽ ആ യാത്ര കടന്നുപോയിട്ട് നിങ്ങൾക്ക് അവിടെ സംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, രാജസ്ഥാനിൽ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ യാത്ര സംഘടന ഉണ്ടാക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ നിങ്ങൾ എത്തിയോ? അല്ല, തീർച്ചയായും സംഘടന ഉണ്ടാക്കുന്നില്ല എന്നല്ല ജിംസെ, അങ്ങേക്ക് അറിയാലോ രാജസ്ഥാനിലെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ തീർച്ചയായും കോൺഗ്രസിന്റെ ടോപ്പ് ലെവൽ രാജ്യത്തെ തന്നെ 5 നേതാക്കളെ എടുത്താൽ അതിൽ ഒരാളുടെ പേര് അശോക് ഗെഹ്ലോട്ട് എന്നാണ്. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവ് അവിടെ നിൽക്കുന്നു. രണ്ടാമതൊരു ക്രൗഡ് പുള്ളർ, യൂത്തിനെ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് സച്ചിൻ പൈലറ്റ്. അവർ തമ്മിലുള്ള ഒരു രസതന്ത്രം, അത് വേണ്ട രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായി ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, അത് ഞങ്ങളുടെ തെറ്റാണ്. ആ ഒരു പ്രശ്നങ്ങൾ രാജസ്ഥാനിൽ വളരെ കൃത്യമായി ഞങ്ങൾക്ക് എതിരായി ഭവിച്ചിട്ടുണ്ട്. എന്നാൽ മധ്യപ്രദേശിൽ അങ്ങേക്ക് അറിയാമല്ലോ, അവിടുത്തെ ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കം ബുധനിയിൽ പോയി പ്രസംഗിച്ചത് നിങ്ങൾ എന്നെ മിസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് 16 റാലികളിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ചൌഹാനോട് മാറി നിൽക്കാൻ മധ്യപ്രദേശിലെ BJP ഘടകം പറഞ്ഞു. എന്നിട്ട് അവിടെ തോമസ് അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ ഇറക്കുന്നു. നരേന്ദ്രമോദി നേരിട്ട് ആ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുക്കുന്നു. രാമജന്മഭൂമി മാത്രം അവിടെ ചർച്ച ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കർണാടകയിലെ വിജയം കാണാതിരിക്കാൻ പറ്റുമോ? തെലങ്കാനയിൽ 3 MLA മാർ മാത്രമുള്ളിടത്ത് നിന്ന് വലിയൊരു ശക്തിയായി കോൺഗ്രസിന് മടങ്ങി വരാൻ സാധിച്ചത് ഈ ജോഡോ യാത്രയുടെ ഭാഗമായാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണാർത്ഥത്തിൽ റിസൾട്ട് ഇന്ന് നമ്മൾ സിനിമ റിലീസ് ചെയ്തു, നാളെ തന്നെ 100 കോടിയിൽ എത്തണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. സ്വാഭാവികമായും ഇതിന്റെ ഫലത്തിന് വേണ്ടി അതിന്റെ ഫ്രൂട്ട് ഹാർവെസ്റ്റിംഗ് ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കേണ്ടതായി ഉണ്ട്. അത് കാത്തിരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായപ്പോ എന്താണ് കോൺഗ്രസ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചവരല്ലേ നാഷണൽ മീഡിയാസ്, മൊദാനി മീഡിയാസ് എല്ലാം ഇതിനാണല്ലോ ചോദിച്ചത്. കോൺഗ്രസിന്റെ AICC ഓഫീസ് അടച്ച് നമ്മളെല്ലാം വെളിയിലേക്ക് പോകും, നമ്മളെല്ലാം വേറെ പണിക്ക് പോകും എന്ന് വിചാരിച്ചിരുന്നവരാണല്ലോ ഇപ്പോ BJPയുടെ പ്രതിനിധി അടക്കമുള്ളവർ. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് 1 മാസത്തിനിപ്പുറത്ത് ഞങ്ങൾ അങ്ങനെ തോറ്റു പിന്മാറുന്നവരല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ആശയമാണ്, ആ ആശയം പറയാൻ വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ, എന്ന് പറയുന്ന AICCയുടെ, എന്ന് പറയുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ആർജവത്തെ അതിനെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് സ്വാഭാവികമായും വേണ്ടത്. ഇവിടെ ഫൈറ്റ് മോദി വേഴ്സസ് രാഹുൽ തന്നെയാണ്. അവിടെ അപ്പുറത്തു നിൽക്കുന്നത് അദാനിയുടെ, അംബാനിയുടെ ഒക്കെ പ്രിയങ്കരനായ വലിയ ഹ്യൂജ് ക്രൗഡ് ഫണ്ടിംഗ് ഉള്ള, വളരെ കൃത്യമായി 56 ഇഞ്ചിന്റെ നെഞ്ചളവ് മാത്രം ബ്രാൻഡ് ചെയ്യുന്ന, അങ്ങനെ ചില വളരെ വൈകാരികമായ കാര്യങ്ങളെ മാത്രം ബ്രാൻഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു PR ഏജൻസി. ആ PR ഏജൻസിയാണ് ഇന്ന് BJP. എന്നാൽ ഇപ്പുറത്ത് നമ്മൾ പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന്റെ, പെട്രോൾ പ്രൈസിന്റെ ഭാഗമായിട്ട് ഓട്ടോ ഓടിച്ചിട്ട് അന്നന്നത്തെ കുടുംബം പുലർത്താൻ സാധിക്കാത്തവന്റെ, LPG ഗ്യാസ് സിലിണ്ടറിന്റെ വിലവർദ്ധനവ് കാരണം അടുക്കള അടച്ചിടേണ്ടി വരുന്ന പാവപ്പെട്ട അമ്മമാരുടെ, അങ്ങനെയുള്ളവരുടെ രാഷ്ട്രീയമാണ് ഇപ്പുറത്ത് പറയുന്നത്. ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ എന്നതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിന്റെ മനസ്സ് തിരിച്ചറിയുന്ന ഒരു ഫിലോസഫറായി മാറുകയാണ്. അപ്പൊ ആ ഫൈറ്റിൽ ആത്യന്തികമായ വിജയം രാഹുലിനൊപ്പമാണ്. അജിംസ ഒറ്റ മിനിറ്റ്, ആത്യന്തികമായ വിജയം രാഹുലിനൊപ്പം ആയിരിക്കും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുള്ളപ്പോൾ തന്നെ അതിനൊരു ഇമ്മീഡിയറ്റ് സക്സസ് അത് ജോഡോ യാത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയുന്നത്. ശരി, ശ്രീ